ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നോക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 92/2025. ക്വസ്റ്റ്യൻ: മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? രണ്ടാമത്തെ, 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. മൂന്നാമത്തെ, തൃപ്പടിദാനം നടത്തിയ രാജാവാണ്. ആൻസർ എന്ത്? ഓപ്ഷൻ സി 2ഉം 3ഉം. ഓപ്ഷൻ സി 2ഉം 3ഉം. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി അവിടെ തൃപ്പടിദാനം നടത്തിയ രാജാവാണ്. ശരിയായ പ്രസ്താവനകൾ. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണ്? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണ്? കറുപ്പ് യുദ്ധം. കറുപ്പ് യുദ്ധം. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണ്? കറുപ്പ് യുദ്ധം. പഞ്ചശീല തത്വങ്ങൾ എന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതെല്ലാം? പഞ്ചശീല തത്വങ്ങൾ എന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതെല്ലാം? ഇന്ത്യ, ചൈന. ഇന്ത്യ, ചൈന. MT വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി ഏത്? MT വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി ഏത്? പത്മവിഭൂഷൺ. പത്മവിഭൂഷൺ. ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ, 1945 ഒക്ടോബർ 24 നിലവിൽ വന്നത്. മൂന്നാമത്തെ, നോർവേക്കാരനായ ട്രിഗങ്കലി ആണ് ആദ്യ സെക്രട്ടറി ജനറൽ. പിന്നെ നാലാമത്തെ, രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം നിലവിൽ വന്ന സംഘടനയാണ് ഇത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. 1, 3, 4 ശരിയാണ്. 1, 3, 4 ശരിയാണ്. 1857 നടന്ന ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 1857 നടന്ന ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ഝാൻസിയിലാണ്. ആൻസർ എന്ത്? ഓപ്ഷൻ ഡി. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച ഝാൻസിയിലാണ്. തെറ്റായ പ്രസ്താവന. ട്രോപ്പോസ്ഫിയറിലെ ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേര്. ട്രോപ്പോസ്ഫിയറിലെ ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേര്. ക്രമമായ താപനഷ്ട നിരക്ക്. ക്രമമായ താപനഷ്ട നിരക്ക്. ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏത്? ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏത്? വാവുവേലി. വാവുവേലി. സുബൻസിരി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? സുബൻസിരി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജൈവമണ്ഡല കേന്ദ്രം. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജൈവമണ്ഡല കേന്ദ്രം. നീലഗിരി. നീലഗിരി. തൂവൽ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളെ പറയുന്ന പേരെന്ത്? തൂവൽ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളെ പറയുന്ന പേരെന്ത്? സിറസ്. സിറസ് മേഘങ്ങൾ. സിറസ് മേഘങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? പഞ്ചവടി എക്സ്പ്രസ്. പഞ്ചവടി എക്സ്പ്രസ്. താഴെ തന്നിരിക്കുന്ന ദത്തങ്ങളിൽ നിന്ന് മധ്യാങ്കം കണക്കാക്കുക. താഴെ തന്നിരിക്കുന്ന ദത്തങ്ങളിൽ നിന്ന് മധ്യാങ്കം മീഡിയൻ കണക്കാക്കുക. ക്രമനമ്പറും മാർക്കും തന്നിട്ടുണ്ട്. ആൻസർ എന്ത്? ഓപ്ഷൻ ബി 32. 32. ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ കൃഷോന്നതി യോജനയിലെ കുട പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ കൃഷോന്നതി യോജനയിലെ കുട പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ഒന്നാമത്തെ, മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടികൾച്ചർ MIDH. പിന്നെ മൂന്നാമത്തെ, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ NMSA. പിന്നെ നാലാമത്തെ, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ NFSM. ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1, 3, 4 മാത്രം. 1, 3, 4 മാത്രം. 1, 3, 4 മാത്രം. ഓപ്ഷൻ സി.
ഇസ്രായേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിന്റെ പേരെന്താണ്? ഇസ്രായേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിന്റെ പേരെന്താണ്? ഓപ്പറേഷൻ അജയ്. ഓപ്പറേഷൻ അജയ്. 2022-23 ബജറ്റിലെ സുപ്രധാന പദ്ധതിയായ PM ഗതിശക്തിയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാം ശരിയാണ്? 2022-23 ബജറ്റിലെ സുപ്രധാന പദ്ധതിയായ PM ഗതിശക്തിയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാം ശരിയാണ്? ഒന്നാമത്തെ, സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപം. രണ്ടാമത്തെ, ഇന്ത്യൻ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 16 മന്ത്രാലയങ്ങളും വകുപ്പുകളും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. നാലാമത്തെ, റെയിൽവേ, റോഡ് ഗതാഗതം, ജലപാതകൾ തുടങ്ങി വിവിധ മേഖലകളെ കൂട്ടിണക്കിയുള്ള മൾട്ടി മോഡൽ കണക്ടിവിറ്റിയാണ് ലക്ഷ്യം. ആൻസർ ഇത് ഓപ്ഷൻ എ. 1, 2, 4 മാത്രം. താഴെ തന്നിരിക്കുന്ന RBIയുടെ പോളിസി കരുതൽ അനുപാത നിരക്കുകളിൽ 2023 ഒക്ടോബർ പ്രകാരം തെറ്റായത് ഏത്? താഴെ തന്നിരിക്കുന്ന RBIയുടെ പോളിസി കരുതൽ അനുപാത നിരക്കുകളിൽ തെറ്റായത് ഏത്? ബാങ്ക് നിരക്ക് 5.25%. ബാങ്ക് നിരക്ക് 5.25%. പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കമ്പോളത്തിൽ എത്തിക്കുന്നതിന് പറയുന്ന പേര്. പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കമ്പോളത്തിൽ എത്തിക്കുന്നതിന് പറയുന്ന പേര്. അപ്നി മാണ്ടി. ഓപ്ഷൻ സി, അപ്നി മാണ്ടി. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏത്? അനുച്ഛേദം 32. അനുച്ഛേദം 32. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 42. രാജ്യസഭയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? രാജ്യസഭയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ്. രാജ്യസഭയിൽ 250 അംഗങ്ങളാണുള്ളത്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. എല്ലാം ശരിയാണ്. ആൾ ദി എബവ്. ഓപ്ഷൻ ഡി. പ്രാദേശിക ഗവൺമെന്റുകൾ ഏത് ലിസ്റ്റിൽ പെടുന്നു? പ്രാദേശിക ഗവൺമെന്റുകൾ ഏത് ലിസ്റ്റിൽ പെടുന്നു? സ്റ്റേറ്റ് ലിസ്റ്റ്. സുപ്രീം കോടതിയുടെ ഉപദേശകാധികാരം ആർക്കു വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്? സുപ്രീം കോടതിയുടെ ഉപദേശകാധികാരം ആർക്കു വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്? രാഷ്ട്രപതി. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ സമിതി ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ സമിതി ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? ഐറിഷ് ഭരണഘടന. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏതാണ്? ചെനാബ് പാലം. സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രതിഭ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രതിഭ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? ട്രാൻസ്ജെൻഡർ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഡാഷ് ആണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഡാഷ് ആണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം. ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം. ആശാ ശോഭന. എംഫസീമ ഏത് അവയവത്തെ ബാധിക്കുന്ന ഒരു ജീവിതശൈലീ രോഗമാണ്? എംഫസീമ ഏത് അവയവത്തെ ബാധിക്കുന്ന ഒരു ജീവിതശൈലീ
രോഗമാണ്. ശ്വാസകോശം. ശ്വാസകോശം. ഉറക്കത്തിന്റെയും ഉണർവിന്റെയും താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഉറക്കത്തിന്റെയും ഉണർവിന്റെയും താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാട്ടോണിൻ. മെലാട്ടോണിൻ. തൈറോയിഡിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു ഏതാണ്? തൈറോയിഡിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു ഏതാണ്? അയോഡിൻ. അയോഡിൻ. അടുത്ത ക്വസ്റ്റ്യൻ ഡെലീറ്റഡ് ആണ്. ഓസോൺ പാളിയെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ഓസോൺ പാളിയെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? രണ്ടാമത്തെ, ഫ്ലൂറോ കാർബണുകൾ CFCs ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു. ഫ്ലൂറോ കാർബണുകൾ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു. മൂന്നാമത്തെ, സൂര്യന്റെ അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്ന് ഓസോൺ ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നു. സൂര്യന്റെ അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്ന് ഓസോൺ ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 2 and 3 മാത്രം. പെല്ലാഗ്ര ഏത് ജീവകത്തിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ്? പെല്ലാഗ്ര ഏത് ജീവകത്തിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ്? ജീവകം B3. ജീവകം B3. ഒരു ലെൻസിന്റെ പവർ +2.5D ആണ്. ഇത് ഏത് ലെൻസ് ആണ്? ഇതിന്റെ ഫോക്കസ് ദൂരം എത്ര? ഒരു ലെൻസിന്റെ പവർ +2.5D ആണ്. ഇത് ഏത് ലെൻസ് ആണ്? ഇതിന്റെ ഫോക്കസ് ദൂരം എത്ര? കോൺവെക്സ് ലെൻസ് 40 സെന്റിമീറ്റർ. കോൺവെക്സ് ലെൻസ് 40 സെന്റിമീറ്റർ. താഴെ പറയുന്നവയിൽ ഏതിലാണ് ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടുതൽ? താഴെ പറയുന്നവയിൽ ഏതിലാണ് ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടുതൽ? സ്റ്റീൽ. പ്രതലബലം S-ഉം ആരം 6-ഉമുള്ള ഒരു സോപ്പ് കുമിളയുടെ ഉള്ളിലെ അതിമർദ്ദം. പ്രതലബലം S-ഉം ആരം 6-ഉമുള്ള ഒരു സോപ്പ് കുമിളയുടെ ഉള്ളിലുള്ള അതിമർദ്ദം 4S/R. 4S/R. ISROയുടെ മൂന്നാമത്തെ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയത്. ISROയുടെ മൂന്നാമത്തെ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയത് 2023 ആഗസ്റ്റ് 23. 2023 ആഗസ്റ്റ് 23. ലവണങ്ങളുടെ ജലീയ ലായനിയുടെ pH മൂല്യം താഴെ കൊടുത്തിട്ടുണ്ട്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ലവണങ്ങളുടെ ജലീയ ലായനിയുടെ pH മൂല്യം താഴെ കൊടുത്തിട്ടുണ്ട്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ, NH4Cl ജലീയ ലായനിയുടെ pH മൂല്യം 7-ൽ കുറവാണ്. മൂന്നാമത്തെ, CH3COONA ജലീയ ലായനിയുടെ pH മൂല്യം 7-ൽ കൂടുതലാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1 and 3. താഴെ കൊടുത്തിരിക്കുന്ന രാസപ്രവർത്തനങ്ങൾ റിഡോക്സ് പ്രവർത്തനം അല്ലാത്തത് ഏത്? താഴെ കൊടുത്ത രാസപ്രവർത്തനങ്ങൾ റിഡോക്സ് പ്രവർത്തനം അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി. കോളം 1-ലെ മൂലകങ്ങളെ കോളം 2-ലെ അവയുടെ പോളിംഗ് സ്കെയിലിലെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുമായി ചേരുംപടി ചേർത്ത് എഴുതിയ ശരിയായത് ഏത്? കോളം 1-ലെ മൂലകങ്ങളെ കോളം 2-ലെ അവയുടെ പോളിംഗ് സ്കെയിലിലെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുമായി ചേരുംപടി ചേർത്ത് എഴുതിയ ശരിയായത് ഏത്? ബോറോൺ 2, കാർബൺ 2.5, നൈട്രജൻ 3, ബെറിലിയം 2. ബെറിലിയം 1.5. ബെറിലിയം 1.5. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. A3B4C1D2. 2023 രസതന്ത്രത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ച കണ്ടുപിടുത്തം ഏത്? 2023 രസതന്ത്രത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ച കണ്ടുപിടുത്തം ഏത്? ക്വാണ്ടം ഡോട്ട്സ്. ക്വാണ്ടം ഡോട്ട്സ്. താഴെ തന്നിരിക്കുന്നത് ശരിയായ പ്രസ്താവന ഏത്? താഴെ തന്നിരിക്കുന്നത് ശരിയായ പ്രസ്താവന ഏത്? 1847 ഹെർമൻ ഗുട്ടർ ആദ്യ മലയാള പത്രം രാജസമാചാരം ആരംഭിച്ചു. മലയാളത്തിലെ രണ്ടാമത്തെ പത്രം പശ്ചിമോദയം ഹെർമൻ ഗുട്ടർ 1847 ആരംഭിച്ചു. ഹെർമൻ ഗുട്ടർ ലണ്ടൻ മിഷൻ സൊസൈറ്റിയിൽ അംഗമായിരുന്നു. ആൻസർ വരുന്നത് 1 ഉം 2 ഉം. ആൻസർ ഓപ്ഷൻ എ 1 and 2 ആണ് ശരിയായ പ്രസ്താവനകൾ.
താഴെ തന്നിരിക്കുന്ന തെറ്റായ പ്രസ്താവന ഏത്? താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവന. ഒന്നാമത്തെ, ഫ്രാൻസിലെ പാരീസിൽ 2024 നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യ ഒരു വെള്ളി മെഡലും 5 വെങ്കല മെഡലുമായി മെഡൽ പട്ടികയിൽ 71ാം സ്ഥാനത്തായിരുന്നു. രണ്ടാമത്തെ, 2020 ടോക്കിയോ ഒളിമ്പിക്സിലും 2024 പാരീസ് ഒളിമ്പിക്സിലും പുരുഷ ഹോക്കി ടീമിൽ ഗോൾ കീപ്പറായിരുന്ന മലയാളിയായ പി ആർ ശ്രീജേഷ്. തെറ്റായ പ്രസ്താവനയാണ്. ആൻസർ ഓപ്ഷൻ എ 1 and 2. താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? താഴെ തന്നിരിക്കുന്നത് ശരിയായ പ്രസ്താവന ഏത്? രണ്ടാമത്തെ, 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വംശനാശത്തിന്റെ വക്കിലെത്തിയ കഥകളി, കൂടിയാട്ടം, മോഹിനിയാട്ടം മുതലായ കലകളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് പ്രശസ്തമാണ് കേരള കലാമണ്ഡലം. മൂന്നാമത്തെ, കേരള കലാമണ്ഡലത്തെ 2006 ഇന്ത്യ ഗവൺമെന്റ് ഡീംഡ് യൂണിവേഴ്സിറ്റിയായി പ്രഖ്യാപിച്ചു. ആൻസർ ഓപ്ഷൻ ബി 2 and 3. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? 2019 ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ 55ാമത് ജേതാവാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്നീ വരികൾ അക്കിത്തത്തിന്റെ 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കൃതിയിൽ നിന്നുമാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. പിന്നെ ജ്ഞാനപീഠ പുരസ്കാരം മലയാളത്തിൽ ആദ്യമായി ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനാണ്. ആൻസർ വരുന്നത് 49ാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. 1, 2, 3 ശരിയാണ്. താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന ഏത്? താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന ഏത്? രണ്ടാമത്തെ, വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ്. അതുപോലെ മൂന്നാമത്തെ, സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായി പ്രവർത്തിച്ചിരുന്ന കെ രാമകൃഷ്ണൻ പിള്ളയാണ്. ആൻസർ ഓപ്ഷൻ സി 2 and 3. ഒറ്റയാനെ കണ്ടെത്തുക. 59, 69, 79, 89. ആ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. 51ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. 11 മുതൽ 49 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക. 11 മുതൽ 49 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക 600. താഴെ തന്നിരിക്കുന്ന സംഖ്യകളുടെ മീഡിയൻ കാണുക. 4.20, 6.42, 3.16, 4.60, 2.12, 5.21. ആൻസർ വന്നത് 4.40. 123 മൈനസ് 2 1/2 ഇൻറ്റു 78 + 3 = 1/4 ഹോൾ ഡിവൈഡഡ് ബൈ 243 1/5. ആൻസർ വന്നത് ഓപ്ഷൻ ബി 11. ഡോഗ് 224, ക്യാറ്റ് 358 ആയാൽ ഗോട്ട് ഈക്വൽ ടു ഡാഷ് 4758. 22 1/6 + 7 1/6 - 3 1/6 ഈക്വൽ ടു 26 1/6. ഒരു പരീക്ഷ പാസ്സാകാൻ 60% മാർക്ക് വേണം നീതുവിന്. 180 മാർക്ക് കിട്ടി നീതുവിന്. പാസ്സാക്കാൻ 60 മാർക്കിന്റെ കുറവുണ്ട്. എങ്കിൽ പരീക്ഷയുടെ ആകെ മാർക്ക് എത്ര? 400. ഒരു ക്ലോക്കിന്റെ മിനിറ്റ് സൂചിക്ക് 4 സെന്റിമീറ്റർ നീളമുണ്ട്. ഒരു ക്ലോക്കിലെ സമയം 2 മണി 10 മിനിറ്റിൽ നിന്ന് 2 മണി 25 മിനിറ്റിലേക്ക് മാറ്റിയാൽ മിനിറ്റ് സൂചിയുടെ അഗ്രം സഞ്ചരിച്ച ദൂരം എത്ര? ഓപ്ഷൻ ഡി 6.28 സെന്റിമീറ്റർ. അരുൺ തന്റെ വീട്ടിൽ നിന്ന് നേരെ കിഴക്കോട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ചു. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അതിനുശേഷം നേരെ വലത്തോട്ട് തിരിഞ്ഞ് 12 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അവിടെ നിന്ന് നേരെ ഇടത്തോട്ട് തിരിഞ്ഞ് 6 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. എങ്കിൽ തന്റെ വീട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ് അരുൺ ഇപ്പോൾ നിൽക്കുന്നത്? 10 കിലോമീറ്റർ. 10 കിലോമീറ്റർ. മുഹമ്മദ് നസീം, നസ്രിയ മൻസിൽ, PO ബോക്സ് നമ്പർ 160, നവ്യ മുമ്പ്. തുല്യമായത് കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. സോമൻ, വിധു, ഇന്ദു ഇവ ഏതിന്റെ പര്യായ പദങ്ങളാണ്? ചന്ദ്രൻ. തെറ്റായ പദം ഏത്? തെറ്റായ പദം ഓപ്ഷൻ ഡി വൃശ്ചികം. നാഗം എന്നതിന്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ സി നരകം. ചെയ്യേണ്ടത് ചെയ്ത എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ ബി കൃത്യ. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ഓരോരുത്തർക്കും ഓരോ പുസ്തകം കൊടുക്കണം.
നിദ്വാനം എന്ന പദത്തിന്റെ അർത്ഥം. ഓപ്ഷൻ ബി ശബ്ദം. എഴുതിയിൽ എണ്ണൊഴിക്കൂ എന്ന ശൈലിയുടെ ഉചിതമായ പരിഭാഷ ഏത്? ടു ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ബഹുവചന രൂപമല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി പെങ്ങൾ. ജഗന്മ മനസ്സ് പിരിച്ചെഴുതുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ജഗത് പ്ലസ് മനസ്സ്. ജഗത് മനസ്സ്. ജഗത് പ്ലസ് മനസ്സ്. ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ഓപ്ഷൻ സി ആശിച്ചു കാലം കഴിക്കുന്നവൻ. ഐഡന്റിഫൈ ദ വേർഡ് വിത്ത് കറക്റ്റ് സ്പെല്ലിംഗ്. ഓപ്ഷൻ ബി കൺസെൻസസ്. 92ാമത്തെ ക്വസ്റ്റ്യൻ ഡെലിറ്റഡ് ആണ്. Fill in the blank with the appropriate article. I need dash new laptop for my work. Option A. Choose the correct form of the verb to complete the sentence. Neither the team nor the coach dash satisfied with the result. Option A is. Convert the following sentence into passive voice. My mother prepared a delicious meal. Option B. A delicious meal was prepared by my mother. Choose the correct option to complete the sentence. She performed dash in the dance competition. Option B. Well. Identify the antonym for the word benevolent. Option A. What does ATM commonly refer to in banking? Option C. Automated teller machine. Which are the following synonym for the voracious? Option A. Insatiable. Which sentence is grammatically correct? Option B. She doesn't like pizza. Thank you.